9th standard in maths first chapter pair of equations textual questions page number 10th. The first question: Priya bought a bag and a pair of slippers for 1100 rupees. The bag cost 300 rupees more than the slippers. What is the price of the slippers and the price of the bag? എന്താണ് സ്ലിപ്പേഴ്സിൻ്റെയും ബാഗിൻ്റെയും പ്രൈസ് എത്രയാണെന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദ ബാഗ് കോസ്റ്റ് 300 rupees മോർ ദാൻ ദ സ്ലിപ്പേഴ്സ് അല്ലേ, സ്ലിപ്പേഴ്സിനേക്കാളും 300 rupees മോർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്ലിപ്പേഴ്സിനെ എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ ബാഗിൻ്റെ പ്രൈസ് എത്രയായിരിക്കും, എക്സ് പ്ലസ് 300 ആയിരിക്കും അല്ലേ. ഇനി ബാഗ് വൺ പെയർ ഓഫ് ബാഗ് പ്ലസ് സ്ലിപ്പർ എന്ന് പറയുന്നത് 1100 rupees ആയിരിക്കും. ഓക്കെ, ലെറ്റ് ദ പ്രൈസ് ഓഫ് സ്ലിപ്പേഴ്സ് ഈക്വൽ ടു എക്സ്. സ്ലിപ്പേഴ്സിൻ്റെ പ്രൈസിനെ എക്സ് ആക്കിയിട്ട് എടുത്തു. അപ്പോൾ പ്രൈസ് ഓഫ് ബാഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എക്സിനേക്കാളും 300 മോർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് വരും, എക്സ് പ്ലസ് 300. ഇനി ഒരു ബാഗ് പ്ലസ് സ്ലിപ്പേഴ്സ് രണ്ടും കൂടിയിട്ട് എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, 1100. അപ്പോൾ ബാഗ് ഏതാണ്, എക്സ്. ബാഗ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 300ഉം സ്ലിപ്പേഴ്സ് എന്ന് പറയുന്നത് എക്സും ആണ്. രണ്ടും കൂടിയിട്ട് എത്രയാണ് വരുന്നത്, 1100. ഇനി എക്സും എക്സും ആഡ് ചെയ്യുമ്പോൾ 2x പ്ലസ് 300 ഈക്വൽ ടു 1100. 2xനെ നമ്മളിവിടെ നിർത്തുമ്പോൾ എന്താവും, ഈ 1100ൻ്റെ അടുത്തേക്ക് ഈ 300 മാറും. അപ്പോൾ എത്രയാവും, -300 എന്നാവും. 2x ഈക്വൽ ടു 1100 മൈനസ് 300 800. എക്സ് ഈക്വൽ ടു 800 അടുത്തേക്ക് എന്താ, ഈ 2 വരും അല്ലേ. അപ്പോൾ ബൈ 200. അപ്പോൾ നമുക്കിതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 400. എക്സ് ഈക്വൽ ടു 400. ഇതിലത്തെ എക്സ് എന്ന് പറയുന്നത് എന്താണ്, പ്രൈസ് ഓഫ് എ സ്ലിപ്പർ ആണ് നമ്മളുടെ എക്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എക്സ് ഈക്വൽ ടു പ്രൈസ് ഓഫ് സ്ലിപ്പർ ഈക്വൽ ടു 400. ബാഗ് അല്ലേ, പ്രൈസ് ഓഫ് ബാഗ് ഈക്വൽ ടു ഏതാണ്, എക്സ് പ്ലസ് 300 ആണ്. എക്സ് 400 ആണ് അല്ലേ. അപ്പോൾ 400 പ്ലസ് 300 ഈക്വൽ ടു 700 rupees. അപ്പോൾ പ്രൈസ് ഓഫ് സ്ലിപ്പർ എന്ന് പറയുന്നത് 400 rupeesഉം പ്രൈസ് ഓഫ് ബാഗ് എന്ന് പറയുന്നത് 700 rupeesഉം. Second question: the sum of two numbers is 26 and their difference is 4. What are the numbers? എന്താണ്, രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മും അതിൻ്റെ ഡിഫറൻസും തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ നമ്പർ എന്ന് എന്ത് ചെയ്യണം, നമ്പേഴ്സിന് നമ്മൾ എക്സും വൈ ആയിട്ട് എടുക്കുക. നമ്പേഴ്സ് നമുക്ക് അറിയില്ല അല്ലേ. അപ്പോൾ എക്സും വൈ ആയിട്ട് എടുത്തു. അപ്പോൾ സം ഓഫ് ടു നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് വൈ എത്രയും തന്നിട്ടുണ്ട്, 26 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഒരു ഇക്വേഷനായിട്ട് എടുത്തു. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 26, ഇക്വേഷൻ നമ്പർ 1. ഇനി അവയുടെ ഡിഫറൻസ് അല്ലേ, സെയിം നമ്പേഴ്സ് തന്നെയാണ്, അതിൻ്റെ ഡിഫറൻസ് 4 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് വരും, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4. അതിന് നമ്മൾ എന്ത് കൊടുക്കണം, ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കണം. ഇനി രണ്ട് ഇക്വേഷൻ നമ്മൾ ഒരുമിച്ച് എഴുതി. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 26ഉം എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4ഉം എഴുതി. ഇതിൽ നോക്കുക, ഇതിലേതെങ്കിലും ക്യാൻസലായി പോകുന്നുണ്ടോ എന്ന് നോക്കുക. എന്താണ്, ഇതിലത്തെ ഈ വൈയും ഒന്ന് പ്ലസ് ഒന്ന് മൈനസ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇത് രണ്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ക്യാൻസലായി പോവില്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ഇക്വേഷൻ നമ്പർ 1 പ്ലസ് ഇക്വേഷൻ നമ്പർ 2 രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ആദ്യം എക്സ് പ്ലസ് എക്സ് എത്രയാണ്, 2x. ഇനി പ്ലസ് വൈ മൈനസ് വൈ, രണ്ടും ഡിഫറെൻറ്റ് ചിഹ്നങ്ങൾ കൂട്ടാൻ തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുറയ്ക്കും അല്ലേ. അപ്പോൾ വൈയിൽ നിന്ന് വൈ കുറച്ചാൽ എത്രയാണ് അവിടെ വരുന്നത്, 0 ആണ് വരുന്നത്. അപ്പോൾ 0 ഈക്വൽ ടു 30. അപ്പോൾ ഇവിടെ 2x പ്ലസ് 0 എന്ന് പറയുമ്പോൾ 2x തന്നെ അല്ലേ. അപ്പോൾ 2x ഈക്വൽ ടു എത്ര കിട്ടി, 2x ഈക്വൽ ടു 30 എന്ന് കിട്ടും നമുക്ക്. അപ്പോൾ x ഈക്വൽ ടു എന്ന് പറയുമ്പോൾ 30യുടെ അടുത്തേക്ക് എന്ത് വരും, ഈ 2 താഴേക്ക് വരും. അപ്പോൾ 30/2 എന്ന് പറയുമ്പോൾ 15. അപ്പോൾ x 15 കിട്ടി നമുക്ക്. ഇഫ് x ഈക്വൽ ടു 15 ആണെങ്കിൽ നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ വീണ്ടും എടുത്തെഴുതുക. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 26, ഇക്വേഷൻ നമ്പർ 1. ഇനി എക്സിന് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ. എക്സ് എത്രയാണ്, 15 ആണ്. 15 പ്ലസ് വൈ ഈക്വൽ ടു 26. അപ്പോൾ വൈ ഈക്വൽ ടു 26ൻ്റെ അടുത്തേക്ക് ഈ 15 വരുമ്പോൾ എന്താവും, -15 എന്നാവും. 26 - 15 ഈക്വൽ ടു 11. അപ്പോൾ നമുക്ക് ഏതൊക്കെ കിട്ടി, എക്സ് ഈക്വൽ ടു 15 എന്നും കിട്ടി, വൈ ഈക്വൽ ടു 11 എന്നും കിട്ടി. Third question: the perimeter of a rectangle is 40 cm and one side is 8 cm longer than the other.
കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ്. എന്താണ്? റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നിരിക്കുന്നത്. എന്താണ് തന്നിരിക്കുന്നത്? പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ എന്താണ്? 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് അല്ലേ? അത് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 40 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ? ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈക്വൽ ടു, അപ്പോൾ ഈ 2 എന്ത് ചെയ്യും? 40യുടെ അടുത്തേക്ക് വരുമ്പോൾ ബൈ 2, 40/2 ഈക്വൽ ടു 20 എന്ന് കിട്ടും. അപ്പോൾ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് രണ്ടും കൂടിയിട്ട് നമുക്ക് എത്രയാണ് വരിക? 20 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ഇനി നമ്മൾ ഒരു സൈഡിനെ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ സൈഡ് എത്രയായിരിക്കും? നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ? ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത്? 1 സൈഡ് ഈസ് 8 സെൻറ്റിമീറ്റർ ലോങ്ങർ ദാൻ ദ അതർ. എന്താണ്? 8 സെൻറ്റിമീറ്റർ നീളം കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഒരു സൈഡ് എന്താണ്? എക്സ് ആണെങ്കിൽ മറ്റേ സൈഡ് എത്രയായിരിക്കും? എക്സ് മൈനസ് 8 ആയിരിക്കും അല്ലേ? അതായത് എക്സ് മൈനസ് 8 എന്ന് പറയുമ്പോൾ ഇതിനേക്കാളും 8 സെൻറ്റിമീറ്റർ കൂടുതലായിരിക്കും ഇത് അല്ലേ? അപ്പോൾ ഒന്ന് എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ മറ്റേ സൈഡ് എന്തായിരിക്കും? എക്സ് മൈനസ് 8 ആയിരിക്കും. ഇനി ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് 20 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ എന്ത് വരണം? എക്സ് പ്ലസ് എക്സ് മൈനസ് 8 ഈക്വൽ ടു എത്രയാണ്? 20. ഇനി എക്സും എക്സും ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2x മൈനസ് 8 ഈക്വൽ ടു 20. 2x ഈക്വൽ ടു ഈ 20യുടെ അടുത്തേക്ക് 8 വരുമ്പോൾ എന്താവും? പ്ലസ് ആവും അല്ലേ? പ്ലസ് 8. 2x ഈക്വൽ ടു 28. എക്സ് ഈക്വൽ ടു 28ൻ്റെ അടുത്തേക്ക് 2 വരുമ്പോൾ ബൈ 2. 28നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 14 എന്ന് കിട്ടും. ഇനി ലെങ്ത് ഓഫ് 1 സൈഡ് ആണ് അല്ലേ എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ഈക്വൽ ടു 14 ആണെങ്കിൽ ബ്രെഡ്ത്ത് എത്രയായിരിക്കും? എക്സ് മൈനസ് 8 ആണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സ് മൈനസ് 8 എന്ന് പറയുമ്പോൾ 14 മൈനസ് 8 ഈക്വൽ ടു 6 cm. അപ്പോൾ ലെങ്ത്ത് എന്ന് പറയുന്നത് 14 cm ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 6 cm. Fourth question. A wire 3.5 meters long is to be cut into 2 pieces, with one piece bent into a square and the other into an equilateral triangle. The length of the sides of both must be the same. How should the wire be cut? എന്താണ്? ഒരു നീളമുള്ള ഒരു വയർ അല്ലേ? അതിൻ്റെ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 3.5 മീറ്റർ നീളമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ നമ്മൾ 2 പീസായിട്ട് കട്ട് ചെയ്തു. അതിൽ ഒരു പീസ് കൊണ്ട് നമ്മൾ സ്ക്വയറും മറ്റൊരു പീസ് കൊണ്ട് ഈക്വലാറ്ററൽ ട്രയാങ്കിളുമാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഓരോന്നും എത്ര പീസ് വീതമായിരിക്കും നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടാവുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്ക്വയറിൻ്റെയും ഈക്വലാറ്ററൽ ട്രയാങ്കിളും പ്രത്യേകത എന്തായിരിക്കും? സ്ക്വയറിൻ്റെ ഒരു സൈഡ് എത്രയാണെന്ന് വെച്ചാൽ അത് തന്നെയായിരിക്കും എല്ലാ സൈഡും അല്ലേ? അതേപോലെ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാലും 3 സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ എക്സ് ആണെങ്കിൽ എല്ലാ സൈഡും എക്സ് തന്നെയായിരിക്കും, ഇവിടെ എക്സ് ആണെങ്കിൽ എല്ലാ സൈഡും എക്സ് തന്നെയായിരിക്കും അല്ലേ? നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ബോത്ത് മസ്റ്റ് ബി സെയിം. ലെങ്ത് ഓഫ് ദ സൈഡ്സ് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എല്ലാ സൈഡും സ്ക്വയറിൻ്റെ സൈഡും ട്രയാങ്കിളിൻ്റെ സൈഡൊക്കെ സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു സൈഡിനെ എക്സ് ആക്കിയിട്ട് എടുത്തു. ലെങ്ത് ഓഫ് 1 സൈഡ് ഈക്വൽ ടു എക്സ്. ഇനി സം ഓഫ് ദ സൈഡ്സ് ഓഫ് സ്ക്വയറിൻ്റെ സൈഡുകളുടെ സം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4x ആയിരിക്കും അല്ലേ? അപ്പോൾ 4x. സം ഓഫ് ദ സൈഡ്സ് ഓഫ് ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡുകളുടെ സം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3x. സം ഓഫ് ദ സൈഡ്സ് ഓഫ് സ്ക്വയർ ആൻഡ് ട്രയാങ്കിൾ. എന്താണ്? സ്ക്വയറിൻ്റെ സൈഡുകളും ട്രയാങ്കിളിൻ്റെ സൈഡുകളും രണ്ടും കൂടി എത്രയായിരിക്കും? 4x പ്ലസ് 3x. 4x പ്ലസ് 3x ഈക്വൽ ടു 7x. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടിയിട്ടുള്ള ലെങ്ത് തന്നിട്ടുണ്ട് അല്ലേ ക്വസ്റ്റ്യനിൽ? ലെങ്ത് ഓഫ് ദ വയർ അല്ലേ? രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്രയാണ്? 3.5 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി 3.5 മീറ്ററിനെ നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ എത്രയാണ് വരിക? അത് 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 3 മീറ്റർ എന്ന് പറയുമ്പോൾ 300 സെൻറ്റിമീറ്റർ. ഹാഫ് മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50 സെൻറ്റിമീറ്റർ. അപ്പോൾ എത്രയാണ് 3.5 എന്ന് പറഞ്ഞാൽ? 350 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ 7x എന്ന് പറയുന്നതാണ് 350 സെൻറ്റിമീറ്റർ അല്ലേ? ടോട്ടൽ വയർ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ 7x ഈക്വൽ ടു 350. അപ്പോൾ x ഈക്വൽ ടു എന്ന് പറയുമ്പോൾ എന്ത് വരും? 350/7 ഈക്വൽ ടു 50 cm. ഇനി സൈഡ്സ് ഓഫ് സ്ക്വയർ ഈക്വൽ ടു എന്താണ്? 4x ആണ് അല്ലേ സ്ക്വയറിൻ്റെ സൈഡ്. അപ്പോൾ എക്സ് 50 ആണെങ്കിൽ 4 × 50 ഈക്വൽ ടു 200 സെൻറ്റിമീറ്റർ. അപ്പോൾ സൈഡ്സ് ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 2 മീറ്റർ.
സൈഡ്സ് ഓഫ് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് എത്രയാ 3x ആണ് അല്ലേ. അപ്പോൾ 3 ഇൻറ്റു എത്ര എക്സ് 50 ഈക്വൽ ടു 150 cm. ഇനി 150 cm മീറ്ററിലേക്ക് മാറ്റുമ്പോൾ എത്രയാണ് വരിക 1.5 മീറ്റർ. അപ്പോൾ സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറയുന്നത് 2 മീറ്ററും ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ് എന്ന് പറയുന്നത് 1.5 മീറ്ററും ആയിരിക്കും. Fifth question. In a class there are 4 more girls than boys. On a day when only 8 boys were absent, the number of girls was twice the number of boys. How many boys and girls are there in the class? എന്താണ് ഒരു ക്ലാസ്സിൽ ബോയ്സിനേക്കാളും 4 അല്ലേ 4 കുട്ടികൾ പെൺകുട്ടികൾ കൂടുതലാണ്. ഒരു ദിവസം വെൻ ഓൺലി 8 ബോയ്സ് were absent, 8 ബോയ്സ് ആബ്സെൻ്റ് ആയപ്പോൾ നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബോയ്സിൻ്റെ ട്വൈസ് ആയിരുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ ബോയ്സും ഗേൾസും എത്രയുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് ബോയ്സ് അല്ലേ നമ്പർ ഓഫ് ബോയ്സിനേക്കാളും 4 അല്ലേ 4 കൂടുതലാണ് ഗേൾസിന് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ബോയ്സിനെ നമ്മൾ എക്സ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് x+4 ആയിരിക്കും അല്ലേ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് വെൻ ഓൺലി 8 ബോയ്സ് വേർ ആബ്സെൻറ്റ്, 8 കുട്ടികൾ ആബ്സെൻ്റ് ആയപ്പോൾ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ബോയ്സ് എത്രയായിരിക്കും എക്സ് ആയിരുന്നു അല്ലേ. ആബ്സെൻ്റ് എന്ന് പറയുമ്പോൾ x-8. ആ സമയത്ത് ഗേൾസിൻ്റെ നമ്പർ എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ബോയ്സിൻ്റെ നമ്പറിൻ്റെ ട്വൈസ്, അതായത് x-8ൻ്റെ ട്വൈസ്. അപ്പോൾ എന്താ വരിക 2 ഇൻറ്റു x-8 വന്നു അല്ലേ. ഇനി ഇതിനെ നമ്മൾ ഇപ്പം നമുക്ക് എന്തെന്ന് പറയാം ഈ നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്ന x+4 തന്നെയാണ് എന്ത് ഈ നമ്പർ ഓഫ് ഗേൾസും അല്ലേ 2 ഇൻറ്റു x-8 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം x+4 ഈക്വൽ ടു 2 ഇൻറ്റു x-8. ഇനി x+4 ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് 2 ഇൻറ്റു 8 അല്ലേ. അപ്പോൾ 2x മൈനസ് 2 ഇൻറ്റു 8 16. ഇനി എക്സ് നമ്മൾ എന്ത് ചെയ്യണം ഈ 4ൻ്റെ അടുത്തേക്ക് 16നെ കൊണ്ടുവരിക, ഈ 2xൻ്റെ അടുത്തേക്ക് എക്സിനെ കൊണ്ടുപോവുക. അപ്പോൾ 4 ഇവിടെ കിടക്കുന്നുണ്ട് അല്ലേ. ഈ 16 മൈനസ് 16 ആണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താവും +16 ആവും. ഇനി ഇവിടെ 2x കിടക്കുന്നുണ്ട്, ഈ എക്സ് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താവും -x എന്നായി. ഇനി 4 + 16 20. 2x മൈനസ് x എന്ന് പറയുമ്പോൾ എത്രയാണ് 1x, അതായത് x എന്ന് പറയുന്നത് എന്താണ് നമ്പർ ഓഫ് ബോയ്സ് ആണ്. x ഈക്വൽ ടു 20. ഗേൾസ് നമ്പർ ഓഫ് ഗേൾസ് എത്രയാണ് വരുന്നത് x+4 ആണ് അല്ലേ. അപ്പോൾ 20 + 4 ഈക്വൽ ടു 24.